പഹൽഗാം ഭീകരരെ വധിച്ചെന്ന അമിത്ഷാ. ഉച്ചവരെയുള്ള എല്ലാ വാർത്തകളും സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ഓപ്പറേഷൻ മഹാദേവിൽ പഹൽഗാമിൽ ആക്രമണം നടത്തിയ 3 ഭീകരരെ വധിച്ചെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഉപയോഗിച്ച ആയുധങ്ങൾ പിടിച്ചെടുത്തെന്നും ലോക്സഭയിൽ വിശദീകരണം. അമിത്ഷായുടെ പ്രസ്താവനയിൽ കൈയടിച്ച് ശശി തരൂർ. അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ കാര്യത്തിൽ നേരിട്ടിടപെടാൻ കോൺഗ്രസ്. ബി.ജെ.പി. നേതാക്കൾ ഛത്തീസ്ഗഡിൽ. ലോക്സഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം തള്ളി. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ചർച്ചയില്ലെന്ന് ഭരണപക്ഷം. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭ 2 മണിവരെ നിർത്തിവെച്ചു. മതപരിവർത്തനം നടന്നിട്ടില്ലെന്ന് പെൺകുട്ടി. നിമിഷപ്രിയയുടെ വധശിക്ഷ സംബന്ധിച്ച് പുറത്തുവന്ന വാർത്തകളിൽ വ്യക്തതയില്ല. വധശിക്ഷ റദ്ദാക്കിയേക്കുമെന്ന വാർത്ത പിൻവലിച്ചിട്ടില്ലെന്ന് കാന്തപുരത്തിന്റെ ഓഫീസ്. വധശിക്ഷ റദ്ദാക്കുമെന്ന് സൂചന നൽകിയ ആക്ഷൻ കൗൺസിൽ. വ്യക്തികൾ നൽകുന്ന വാർത്തകളിൽ വാസ്തവമില്ലെന്ന് കേന്ദ്ര സർക്കാർ. ശിക്ഷ നടപ്പാക്കുന്നതിൽ പുതിയ തീയതി നിശ്ചയിക്കണമെന്ന ആവശ്യവുമായി കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ. താരസംഘടനയായ അമ്മ തെരഞ്ഞെടുപ്പിന്റെ മത്സരത്തിൽ നിന്ന് നടൻ ജഗദീഷ് പിന്മാറിയേക്കും. മോഹൻലാലുമായും മമ്മൂട്ടിയുമായും ജഗദീഷ് സംസാരിച്ചു. വനിതാ പ്രസിഡന്റ് വരട്ടെ എന്ന നിലപാടിൽ ജഗദീഷ്. അധ്യക്ഷ സ്ഥാനത്തേക്ക് ശ്വേതാ മേനോന് സാധ്യതയേറി. നടുക്കുന്ന ഓർമ്മകൾക്ക് ഒരാണ്ട്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടും പുനരധിവാസം ഇപ്പോഴും പാതി വഴിയിൽ. വരുമാനമാർഗവും കിടപ്പാടവുമില്ലാതെ ദുരന്തബാധിതർ. വിശദമായി നോക്കാം. ഓപ്പറേഷൻ മഹാദേവിൽ 3 ഭീകരരെ സൈന്യം വധിച്ചെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സുലൈമാൻ, അഫ്ഗാൻ, ജിഫ്രാൻ എന്നിവരാണ് കൊല്ലപ്പെട്ട ഭീകരരെന്നും കൊല്ലപ്പെട്ട ഭീകരർ നിരീക്ഷണത്തിലായിരുന്നു എന്നും അമിത്ഷാ. ഭീകരരെക്കുറിച്ച് മെയ് 22-ന് സൂചന ലഭിച്ചിരുന്നു. പറയുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലെന്നും അമിത്ഷാ ലോക്സഭയിൽ ചൂണ്ടിക്കാട്ടി. സർക്കാർ വാദങ്ങളെ വിമർശിച്ച പ്രതിപക്ഷത്തിനും മറുപടി. ഭീകരരെ വധിച്ച സൈന്യത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിനന്ദിച്ചു. സുലൈമാൻ ഉർഫെ ഫൈസൽ ജട്ട്, अफगान और जिब्रान 3 आतंकवादी सेना, सीआरपीएफ और जम्मू कश्मीर पुलिस के संयुक्त अभियान में ऑपरेशन महादेव में मारे गए। और माननीय अध्यक्ष जी, ये जो सुलेमान है, ए श्रेणी का लश्कर तोयबा का कमांडर था। पहलगाम हमले में और गगनगिर आतंकी हमले में वो लिप्त था। इसके ढेर सारे सबूत हमारी एजेंसियों के पास है। अफगान ए श्रेणी का लश्कर तैयबा का आतंकवादी था और जिब्रान भी ए ग्रेड आतंकवादी था। और माननीय अध्यक्ष जी, मैं सदन को और सदन के माध्यम से पूरे देश को बताना चाहता हूं, जिन्होंने बैसरन घाटी में हमारे प्रवासियों को, नागरिकों को मारा था, ये तीनों आतंकवादी ये थे और तीनों मारे गए। ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. കന്യാസ്ത്രീകൾ ദുർഗ് കോടതിയിൽ ഇന്ന് ജാമ്യാപേക്ഷ നൽകിയേക്കും. എംപിമാർ അടങ്ങുന്ന കോൺഗ്രസ് പ്രതിനിധി സംഘം ഛത്തീസ്ഗഡിലെത്തി. ബി.ജെ.പിയെ പ്രതിനിധീകരിച്ച് അനൂപ് ആന്റണി ഛത്തീസ്ഗഡ് ആഭ്യന്തരമന്ത്രിയെ കണ്ടു. എന്നാൽ ആരോപണങ്ങൾ തള്ളി പെൺകുട്ടി രംഗത്ത് വന്നു. നേരത്തെ തന്നെ ക്രിസ്തുമത വിശ്വാസിയായിരുന്നുവെന്ന് പെൺകുട്ടി പറഞ്ഞു. മതപരിവർത്തനമെന്ന പോലീസിന്റെയും ബജ്രംദളിന്റെയും ആരോപണം തെറ്റെന്നും പെൺകുട്ടി വ്യക്തമാക്കി. നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ചാണ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. അതേസമയം ലോക്സഭയിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം തള്ളി. ചർച്ചയില്ലെന്ന് ഭരണപക്ഷം അറിയിച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭ 2 മണിവരെ നിർത്തിവെച്ചു. രാജ്യത്തുടനീളം ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഒരു കുറ്റവും ചെയ്യാത്ത കന്യാസ്ത്രീകളാണ് ജയിലിൽ കിടക്കുന്നതെന്നും വി.ഡി. സതീശൻ മലപ്പുറത്ത് പറഞ്ഞു. രാജ്യത്തുടനീളം ക്രൈസ്തവർ ആക്രമിക്കപ്പെടുകയാണ്. ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നു, സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെടുന്നു, ക്രിസ്മസ് കൂട്ടായ്മകൾ തടസ്സപ്പെടുത്തുന്നു, പ്രാർത്ഥനാ കൂട്ടായ്മകൾ തടസ്സപ്പെടുത്തുന്നു. നിരവധി വൈദികരും പാസ്റ്റർമാരും ജയിലിലാണ്. ഏറ്റവും അവസാനമാണ് നിരവധി പേരും മർദ്ദനമേറ്റു വൈദികർ. 90 വയസ്സായ ഒരു വൈദികനെ കൈ പുറകിൽ കെട്ടിവെച്ച് മർദ്ദിച്ചു.
90 വയസ്സായ വൈദികരെ. ഇപ്പോൾ 2 കന്യാസ്ത്രീമാർ ജയിലിൽ കിടക്കാണ്, ഒരു കുറ്റവും ചെയ്യാത്ത 2 പേര്. അപ്പോൾ പാർലമെൻറ്റിൽ നിന്ന് കോൺഗ്രസിൻ്റെ ഒരു ഡെലിഗേഷൻ ഛത്തീസ്ഗഡിലേക്ക് പോയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ആ 2 കന്യാസ്ത്രീമാരെ പ്രതിനിധാനം ചെയ്യുന്ന നിയോജക മണ്ഡലങ്ങളിലെ MLAമാർ ശ്രീ റോജി എം ജോണും ശ്രീ സജി ജോസഫും അവരും ഛത്തീസ്ഗഡിലേക്ക് പോയിട്ടുണ്ട്. കന്യാസ്ത്രീകളെ ജയിലിലടച്ച സംഭവത്തിൽ സംസ്ഥാനത്ത് പ്രതിഷേധമുയരണമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. കന്യാസ്ത്രീകളെ ജയിലിലടച്ചതിനെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ന്യായീകരിക്കുകയാണ്. രാജ്യത്ത് ഭീതിയുണ്ടാക്കാനാണ് പ്രധാനമന്ത്രിയുടെ ശ്രമമെന്നും മന്ത്രി പറഞ്ഞു. ഛത്തീസ്ഗഡിലെ 2 കന്യാസ്ത്രീകളെ ജയിലിലടച്ച സംഭവം നമ്മുടെ സംസ്ഥാനമാകെ ഒറ്റക്കെട്ടായി പ്രതിഷേധമുയർത്തണമെന്നുള്ള വികാരത്തിലാണ്. ഇതിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത് അതിൽ നിലപാട് സ്വീകരിച്ചു. മന്ത്രിമാർ ആ വീടുകളിൽ പോയി. എന്നാൽ ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം ഛത്തീസ്ഗഡിലെ BJP നേതാവ് കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ട്വീറ്റാണ്. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ കാര്യത്തിൽ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് കാന്തപുരത്തിന്റെ ഓഫീസ്. വാർത്താ ഏജൻസിയാണ് എക്സിലെ പോസ്റ്റ് ഒഴിവാക്കിയതെന്നും കാന്തപുരത്തിന്റെ ഓഫീസ് വിശദീകരിച്ചു. ഇതിനിടെ നിമിഷപ്രിയയുടെ ശിക്ഷ റദ്ദാക്കിയെന്ന പ്രചാരണങ്ങൾ തള്ളി വിദേശകാര്യ മന്ത്രാലയം രംഗത്ത് വന്നിട്ടുണ്ട്. വിവരങ്ങളുമായി ലക്ഷ്മിപ്രിയ ചേരുന്നു. ലക്ഷ്മിപ്രിയ, ഈ നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ചില അവ്യക്തതകൾ തുടരുകയാണ്. നിലവിൽ കാന്തപുരത്തിന്റെ ഓഫീസ് നൽകുന്ന വിശദീകരണവും അതുപോലെ തന്നെ വിശദാംശങ്ങളും ഒക്കെ എന്താണ്? അമ്പിളി, കാന്തപുരത്തിന്റെ ഓഫീസ് പ്രധാനമായും പറയുന്നത് ഇത് തന്നെയാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ അറിയിക്കും. ഏതായാലും ഈ വാർത്ത ശരിയാണ് എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ഈ വാർത്താ ഏജൻസി ഇതുമായി ബന്ധപ്പെട്ട എക്സിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ഇതിന് പിന്നാലെ തന്നെ ഒഴിവാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ഒരു പോസ്റ്റ് ഇട്ടത് ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട് ചെറിയ അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. എന്നാലും കാന്തപുരത്തിന്റെ ഓഫീസ് ഇതിൽ ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം വാർത്താ ഏജൻസി ഇതുമായി ബന്ധപ്പെട്ട് ജവാദ് മുസ്തഫലി എന്ന വ്യക്തി വ്യക്തമാക്കിയ കാര്യം ഇതാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായിട്ടുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം അവർ പറയുന്നുണ്ട്. എന്നാൽ വിദേശകാര്യ മന്ത്രാലയങ്ങൾ പറയുന്നത് ഈ വിവരങ്ങൾ തെറ്റിദ്ധരിക്കുന്ന വിവരങ്ങളാണ്. ഈ ഒരു വിവരങ്ങളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ അവർ പങ്കുവയ്ക്കുന്നുണ്ട്. ഏതായാലും ഈ ഒരു വാർത്ത വന്നതിന് പിന്നാലെ തന്നെ യമൻ പൗരന്റെ സഹോദരൻ രംഗത്തെത്തിയിരുന്നു. ഏതായാലും വധശിക്ഷ നടപ്പിലാക്കണമെന്ന കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് യമൻ പൗരന്റെ സഹോദരൻ. ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും, നമുക്ക് ദയാദാനം ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ കാന്തപുരത്തിന്റെ ഓഫീസ് വ്യക്തമാക്കിയ വിവരങ്ങൾ തെറ്റാണ് എന്നുള്ള കാര്യം തന്നെ ഇവർ ആവർത്തിച്ച് പറയുകയാണ്. അതേസമയം ഇന്ത്യൻ മാധ്യമങ്ങൾക്കെതിരെയും യമൻ പൗരന്റെ സഹോദരൻ ശക്തമായി രംഗത്തെത്തിയിരുന്നു. ഇത്തരത്തിലൊരു വാർത്ത പ്രചരിപ്പിക്കരുത്, ഈ ഒരു വാർത്ത കള്ളമാണ് എന്നുള്ള കാര്യം തന്നെയാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കാന്തപുരത്തിന്റെ ഓഫീസ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ലക്ഷ്മിപ്രിയ. UDFനെ തിളക്കമാർന്ന വിജയത്തിൽ അധികാരത്തിലെത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ വനവാസമെന്ന് പറഞ്ഞത് ആത്മവിശ്വാസമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഏത് തരത്തിലുള്ള വർഗീയ പ്രചാരണത്തെയും UDF ശക്തമായി എതിർക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. അല്ല, ഞങ്ങൾ പറഞ്ഞത് തിളക്കമാർന്ന വിജയത്തിൽ UDFനെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതുപോലെ രാഷ്ട്രീയമായ വനവാസത്തിന് പോകുന്നതാണ്. അത് ഞങ്ങളുടെ കോൺഫിഡൻസാണ്. ഞങ്ങൾക്ക് ഉറപ്പായി ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോടുകൂടി തിരിച്ചു വരാൻ കഴിയും എന്നുള്ളതാണ്. അത് UDF മുന്നണിയിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. അതിൻ്റെ പൂർണ്ണമായ പിന്തുണയുണ്ട്. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് UDF എന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. പ്രതിപക്ഷ നേതാവിനെ വനവാസത്തിന് പോകാൻ ഞങ്ങൾ വിട്ടുകൊടുക്കില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. UDFനെ വിജയത്തിലെത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസം എന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ വനവാസത്തിന് പോകാൻ ഞങ്ങൾ സമ്മതിക്കൂല. ആ പേടി പേടിക്കണ്ട.
അമ്മയുടെ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നടൻ ജഗദീഷ് പിന്മാറിയേക്കും. മത്സരിക്കുന്ന വനിതകളെ പിന്തുണച്ച് ജഗദീഷ് പ്രതികരിച്ചിട്ടുണ്ട്. മമ്മൂട്ടിയെയും മോഹൻലാലിനെയും സുരേഷ് ഗോപിയെയും തീരുമാനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അവരുടെ പിന്തുണ ലഭിച്ചാൽ നൽകിയ പത്രിക പിൻവലിക്കാനാണ് തീരുമാനം. അതേസമയം അമ്മയുടെ തെരഞ്ഞെടുപ്പിൽ നടൻ ബാബുരാജ് മത്സരിക്കരുതെന്ന് നടി മല്ലിക സുകുമാരൻ പ്രതികരിച്ചു. താരസംഘടനയുടെ തലപ്പത്ത് സ്ത്രീകൾ വരണമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാറും അഭിപ്രായപ്പെട്ടു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും പിന്നാലെ നിരവധി വിവാദങ്ങളും ഉയർന്ന പശ്ചാത്തലത്തിലാണ് അമ്മയുടെ ഭരണസമിതി പിരിച്ചുവിട്ട് അഡ്ഹോക് കമ്മിറ്റി നിലവിൽ വന്നത്. നിലവിൽ മത്സരരംഗത്ത് അധ്യക്ഷ സ്ഥാനത്തേക്ക് 6 മത്സരാർത്ഥികളാണുള്ളത്. ജഗദീഷ്, ശ്വേതാ മേനോൻ, രവീന്ദ്രൻ, ജയൻ ചേർത്തല, അനൂപ് ചന്ദ്രൻ, ദേവൻ എന്നിവരാണ് ആ മത്സരാർത്ഥികൾ. നടൻ ജോയ് മാത്യുവിന്റെ പത്രിക തള്ളിയിരുന്നു. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് 5 പേരാണ് മത്സരിക്കുന്നത്. ബാബുരാജ്, കുക്കു പരമേശ്വരൻ, ജയൻ ചേർത്തല, അനൂപ് ചന്ദ്രൻ, രവീന്ദ്രൻ എന്നിവരും മത്സരിക്കും. ഈ മാസം 31 വരെ നോമിനേഷൻ പിൻവലിക്കാൻ സമയമുണ്ട്. അത് കഴിഞ്ഞാൽ മാത്രമേ മത്സരചിത്രം പൂർണ്ണമായും വ്യക്തമാവുകയുള്ളൂ. നിലവിൽ മത്സരരംഗത്തെ പ്രമുഖനായ ജഗദീഷിന് സംഘടനയ്ക്കുള്ളിൽ വേണ്ടത്ര പിന്തുണയില്ലെന്ന പ്രതികരണങ്ങൾ അംഗങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. സംഘടനയുടെ തലപ്പത്ത് സ്ത്രീകൾ വരണമെന്നും സ്ത്രീവിരുദ്ധ സംഘടനയാണ് അമ്മ എന്ന ചർച്ചകളുണ്ടെന്നും അത് മാറണമെന്നും മന്ത്രി ഗണേഷ് കുമാർ അഭിപ്രായപ്പെട്ടു. ഇത് പോരാട്ടമോ യുദ്ധമോ ഒന്നുമല്ല, ആരോഗ്യകരമായ മത്സരമാണെന്ന് ജഗദീഷ് പറയുന്നു. അമ്മയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു വനിത വരണമെന്ന തീരുമാനം വന്നാൽ അതിൽ എതിർപ്പില്ല എന്നും ജഗദീഷ് അഭിപ്രായപ്പെടുന്നു. ഇക്കാര്യം സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച ചെയ്ത ശേഷം അനുയോജ്യമായ തീരുമാനമെടുക്കും. ആരോപണ വിധേയൻ മാറി നിൽക്കുകയാണ് വേണ്ടതെന്ന അഭിപ്രായം നടി മല്ലിക സുകുമാരനും പങ്കുവച്ചു. ആരോപണ വിധേയരായവർ മത്സരിക്കരുതെന്ന അമ്മയുടെ നിയമം ബാബുരാജിന് വേണ്ടി മാത്രം മാറ്റരുതെന്നും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് സിസ്റ്റത്തിൽ മാറ്റം വരുത്തുന്നത് ആരുടെ തീരുമാനമാണെന്നും മല്ലിക സുകുമാരൻ ചോദിച്ചു. ബാബുരാജ് മത്സരിച്ചാൽ പല സംശയങ്ങൾക്കും അത് ഇടവരുത്തും. പെൻഷൻ വാങ്ങിക്കുന്നവരും ആരോപണ വിധേയരും മത്സരിക്കാൻ പാടില്ലെന്നാണ് സംഘടനയുടെ നിയമമെന്നും മല്ലിക പ്രതികരിച്ചു. ബാബുരാജ് മത്സരിക്കുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ സ്വാർത്ഥ താൽപര്യങ്ങളുണ്ടെന്ന് അനൂപ് ചന്ദ്രനും ആരോപിച്ചിരുന്നു. നേരത്തെ സിദ്ദിഖ് സ്ഥാനത്ത് നിന്ന് മാറിയത് ലൈംഗിക പീഡന ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലായിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. ഇടുക്കിയിൽ സിവിൽ സപ്ലൈസ് ഗോഡൌണിൽ അരിച്ചാക്കിറക്കുന്നതുമായി ബന്ധപ്പെട്ട കൂലിത്തർക്കത്തെ തുടർന്ന് ജില്ലയിലെ സ്കൂളുകളിൽ ഉച്ചഭക്ഷണം മുടങ്ങുമെന്ന ആശങ്ക. പ്രശ്നം പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇടുക്കി വിദ്യാഭ്യാസ ഉപജില്ലാ ഡയറക്ടറുടെ കാര്യാലയത്തിന് മുമ്പിൽ KPST അധ്യാപകർ കാലിച്ചാക്ക് പ്രതിഷേധം നടത്തി. ഉച്ചഭക്ഷണം വേണ്ട കുരുന്നുകൾക്കായാണ് അധ്യാപകർ കാലിച്ചാക്ക് സമരവുമായി രംഗത്തെത്തിയത്. സ്കൂളുകളിൽ നടപ്പാക്കി വരുന്ന ഉച്ചഭക്ഷണ പദ്ധതി ഇടുക്കി ജില്ലയിൽ അവതാളത്തിലാവുകയാണ്. സിവിൽ സപ്ലൈസ് ഗോഡൌണിൽ അരിച്ചാക്ക് ഇറക്കുന്നതിൽ കരാറുകാരനും തൊഴിലാളികളും തമ്മിലുള്ള കൂലിത്തർക്കമാണ് പ്രധാന പ്രതിസന്ധി. ജൂലൈ മാസം 1-ാം തീയതി ലഭിക്കേണ്ട സ്കൂൾ ഉച്ചഭക്ഷണത്തിനുള്ള അരി മാസാവസാനമായിട്ടും ലഭിച്ചിട്ടില്ലെന്ന് പ്രധാന അധ്യാപകർ പറയുന്നു. ജൂണിൽ ഏകദേശം ഒരു 10-ാം തീയതി കൂടി കുറച്ച് സ്കൂളുകളിൽ അരി വന്നു. അത് മുഴുവൻ വന്നിട്ടില്ല. ഉദാഹരണത്തിന് എൻ്റെ സ്കൂളിൽ യഥാർത്ഥത്തിൽ കിട്ടുന്നതിൻ്റെ പകുതി അരി മാത്രമാണ് വന്നേക്കുന്നത്. അതിനുശേഷം ഇവരോട് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് ഞങ്ങളത് മുന്നോട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്താ പറയുന്നത് കൂലിത്തർക്കമാണെന്നാണ് പറയുന്നത്. കൂലിത്തർക്കമാണെങ്കിൽ അതിനിവിടെ ലേബർ ഓഫീസുണ്ട്, അതിന് മറ്റ് സംവിധാനങ്ങളുണ്ട്. അരി കിട്ടാതെ എങ്ങനെ കുട്ടികൾക്ക് നമ്മൾ ഉച്ചഭക്ഷണം കൊടുക്കും? അരി കിട്ടാതെ നമുക്ക് കൊടുക്കാൻ പറ്റുമോ? ആവറേജ് 150 ഗ്രാം വെച്ച് ഒരു കൊച്ചിന് കൊടുക്കണം. അപ്പോൾ ഈ പറയുന്ന 100 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണെങ്കിൽ അപ്പം അതനുസരിച്ച് അരി വേണ്ട. 15 കിലോ അരിയെങ്കിലും മിനിമം വേണം ഒരു ദിവസം. അപ്പോൾ 1 കിലോ അരി പോലും തരാതെ ഇവർ ഉച്ചഭക്ഷണം കൃത്യമായിട്ട് നടത്തണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യാം? ഇടുക്കി വിദ്യാഭ്യാസ ഉപജില്ലാ ഡയറക്ടറുടെ കാര്യാലയത്തിന് മുമ്പിലാണ് പ്രതിഷേധവുമായി പ്രധാന അധ്യാപകർ എത്തിയത്. സർക്കാരോ ജില്ലാ ലേബർ ഓഫീസറോ വിദ്യാഭ്യാസ ഉപഡയറക്ടറോ വിഷയത്തിൽ കാര്യമായി ഇടപെടുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. പൊതുവിപണിയിൽ നിന്ന് അരി വാങ്ങിയും സുമനസ്സുകളെ സമീപിച്ചുമാണ് പല സ്കൂളുകളും ഇതുവരെ ഉച്ചഭക്ഷണം മുടക്കമില്ലാതെ കൊണ്ടുപോയതെന്നും ഇനി ഇതിന് മാർഗമില്ലെന്നും അധ്യാപകർ പറയുന്നു. അമൃത ന്യൂസ്, ഇടുക്കി. ഇടുക്കി പീരുമേട് താലൂക്കിലെ പൂട്ടിക്കിടക്കുന്ന തേയിലത്തോട്ടങ്ങളിലെ തൊഴിലാളി ലയങ്ങൾ നവീകരിക്കുന്നതിന് വീണ്ടും മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ. ബജറ്റിൽ അനുവദിച്ച 10 കോടി രൂപ ഉപയോഗിച്ച് ലയങ്ങൾ നവീകരിക്കുന്നില്ലെന്ന പരാതിയിലാണ് നടപടി. പീരുമേട് താലൂക്കിലെ തൊഴിലാളി ലയങ്ങൾ നവീകരിക്കുന്നതിന് എസ്റ്റിമേറ്റ് പ്രകാരമുള്ള പ്രവൃത്തികൾ സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്തെ കൊണ്ട് ഉടനെ നിർവഹിക്കുന്നതിനുള്ള നടപടികൾ ചീഫ് ഇൻസ്പെക്ടർ ഓഫ് പ്ലാന്റേഷൻ സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ടു. ജില്ലാ കളക്ടർ ചെയർമാനായ പ്ലാന്റേഷൻ റിലീഫ് കമ്മിറ്റി അടിയന്തരമായി യോഗം ചേർന്ന് ഗുണഭോക്താക്കളുടെ പട്ടിക തയ്യാറാക്കി ചീഫ് ഇൻസ്പെക്ടർ ഓഫ് പ്ലാന്റേഷന് നൽകണം. ബജറ്റിൽ അനുവദിച്ച 10 കോടി രൂപ ഉപയോഗിച്ച് ലയങ്ങൾ നവീകരിക്കുന്നില്ലെന്ന പരാതിയിലാണ് നടപടി. തോട്ടം തൊഴിലാളികളുടെ ശമ്പളം, മറ്റ് ആനുകൂല്യങ്ങൾ, ലയങ്ങളുടെ നവീകരണം എന്നിവ സംബന്ധിച്ച് മനുഷ്യാവകാശ പ്രവർത്തകനായ ഗിന്നസ് മാടസ്വാമിയാണ് കമ്മീഷനെ സമീപിച്ചത്. നിലവിലെ എല്ലാ തൊഴിലാളികളും കടുത്ത പട്ടിണിയിലാണ്. ഉത്സവ ദിനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ട് പോലും ആ സമയത്ത് സാലറി കൊടുക്കാത്ത സ്ഥിതിയാണ്. ഇങ്ങനെ പോയാൽ അത് കടുത്ത മനുഷ്യാവകാശ ലംഘനം മാത്രമല്ല പട്ടിണി മരണങ്ങൾ വരെ സംഭവിക്കാൻ ഇടയാവുമെന്നാണ് എനിക്ക് പറയാനുള്ളത്.
നിലവിൽ ഇത് വിഷയം സംബന്ധിച്ചുകൊണ്ട് സർക്കാർ അടിയന്തരമായിട്ട് ഇടപെടൽ നടത്തണം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ഞാൻ മനസ്സാക്ഷി കമ്മീഷനും സർക്കാരിന് നിവേദനം നൽകിയിട്ടുണ്ട്. എങ്കിലും നാളെ ഇതുവരെ യാതൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. സംസ്ഥാന നിർമ്മിതി കേന്ദ്രം സമർപ്പിച്ച 33,70,000 രൂപയുടെ എസ്റ്റിമേറ്റിന് ഭരണാനുമതി നൽകിയതായി തൊഴിൽ സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. 2023-24 സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ച 10 കോടി രൂപ ഉപയോഗിച്ച് കേരളത്തിലെ പരമാവധി ലയങ്ങൾ നവീകരിക്കാനുള്ള പദ്ധതിക്ക് വ്യവസായ വകുപ്പ് ഭരണാനുമതി നൽകിയിട്ടുണ്ട്. മാർഗരേഖ അംഗീകരിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ റിപ്പോർട്ട് പ്രകാരം യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ലെന്നാണ് പരാതിക്കാരനായ മനുഷ്യാവകാശ പ്രവർത്തകൻ ഗിന്നസ് മാടസ്വാമിയുടെ പരാതി. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. നോവോർമ്മയിലൂടെ അതിജീവനം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾ ദുരന്തത്തിന് ഒരാണ്ട് തികയുമ്പോൾ തനിച്ചായ ലോകത്ത് നൊമ്പരങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവർക്കിന്നും ജീവിതം ഒരു നോവാണ്. ദുരന്തം 3 മക്കളെയും കവർന്നപ്പോൾ ചൂരൽമല സ്വദേശി അനീഷും സൈനയും ജീവിതത്തിൽ തനിച്ചായി. മക്കളെ അടക്കം ചെയ്ത പുത്തുമലയിലെ ശ്മശാന ഭൂമിയിലെ കുഴിമാടത്തിനരികെ കളിപ്പാട്ടങ്ങളുമായി വന്നിരിക്കുന്ന ഒരച്ഛന്റെയും അമ്മയുടെയും നൊമ്പരമുണർത്തുന്ന നിമിഷങ്ങളിലേക്ക്. അച്ഛാ, അമ്മേ, ഞങ്ങൾ ഇന്ന് സ്നേഹവാത്സല്യങ്ങൾ നിറഞ്ഞു തുളുമ്പുന്ന ഒരു കൂട്ടം കാവൽ മാലാഖമാർക്ക് നടുവിലാണ്. പക്ഷേ ഞങ്ങളുടെ അച്ഛനും അമ്മയും കൂടെ ഇല്ലല്ലോ എന്ന സങ്കടമാണ് ഞങ്ങളെ അലട്ടുന്നത്. എങ്കിലും ഞങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ പുഞ്ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ദുരന്തം കവർന്നെടുത്ത 3 പിഞ്ചോമനകൾ ഒന്നിച്ചുറങ്ങുന്ന ശിലാഫലകത്തിൽ ഇങ്ങനെ കുറിച്ചിരിക്കുന്നു: ആ കുഴിമാടത്തിനരികെ മക്കൾക്കായി ചോക്ലേറ്റും കളിപ്പാട്ടങ്ങളും കരുതി വെച്ച് അനീഷും സൈനയുമുണ്ട്. മിക്ക ദിവസങ്ങളിലും അവരെത്തും തങ്ങളുടെ മക്കളെ കാണാൻ. തൊട്ടരികിലായി അമ്മയെയും അടക്കം ചെയ്തിട്ടുണ്ട്. വിട്ടുപിരിഞ്ഞിരുന്നില്ല ഒരു നേരം പോലും. വിട്ടുപോയപ്പോൾ അകന്നിരിക്കാൻ കഴിയുന്നുമില്ല. സങ്കടം ഉള്ളിലൊതുക്കി മക്കളുറങ്ങുന്ന മണ്ണിൽ ഒരമ്മയിരിക്കുന്ന കാഴ്ച ഏവരെയും നൊമ്പരപ്പെടുത്തും. മൂത്ത മകൻ നിവേദ് രാവിലെ ദോശ വേണമെന്നാവശ്യപ്പെട്ടാണ് ഉറങ്ങാൻ കിടന്നത്. ആ രാത്രി പക്ഷേ എല്ലാം കവർന്നെടുത്തു. വാക്കുകളിടറി അനീഷ് പറഞ്ഞു തുടങ്ങി. താറ്, അതേപോലെ ലൈറ്റുകൾ, പുൽക്കുടില്, അങ്ങനെയുള്ള സാധനങ്ങളോടൊക്കെ ഭയങ്കര താല്പര്യം. മൂത്തവനാണെങ്കിലും ചെറിയവനാണെങ്കിലും രണ്ടാമത്തവർക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ ഇതിനോട് ഭയങ്കര താല്പര്യമാണ്. അതുകൊണ്ടപ്പോൾ അവരിപ്പോൾ ഇല്ല. അപ്പോൾ ഞാൻ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ എന്നെ കൊണ്ട് പറ്റുമ്പോൾ ഞാനിവിടെ കൊണ്ടുവന്ന് വെക്കേണ്ടതെന്നുള്ളൂ. 3.5 വയസ്സുകാരൻ ഇഷാൻ, 7.5 വയസ്സുകാരൻ ധ്യാൻ, 9 വയസ്സുകാരൻ നിവേദ്, ഇവരെയാണ് ഇവർക്ക് നഷ്ടമായത്. അനീഷിന്റെ അമ്മ രാജമ്മയെയും ഉരുളെടുത്തു. ശരീരത്തിനേറ്റ പരിക്കും മനസ്സിനേറ്റ ആഘാതത്തിൽ നിന്നും പതിയെ ജീവിതത്തിലേക്ക് തിരികെ വരികയാണ് ഇവർ. സൈനയ്ക്ക് തുടർ ചികിത്സ ഇനിയുമുണ്ട്. ചെറിയ ചാറ്റൽ മഴയുടെ ശബ്ദം പോലും ഭയമാണിവർക്ക്. ഒറ്റയ്ക്കാകുമ്പോൾ ഇപ്പോഴും ഉരുളിന്റെ മുഴക്കം കാതിലെത്തും. പുത്തുമലയിലുറങ്ങുന്ന 3 മക്കളുടെ ഓർമ്മയിലാണ് ഇന്നിവരുടെ ജീവിതം. അമൃത ന്യൂസ്, വയനാട്. നനച്ചിരിക്കാത്ത നേരത്ത് സർവ്വതും നഷ്ടമായ മഹാദുരന്തത്തിന്റെ വേദനകൾ മറികടക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ചൂരൽമലയിലെ ഒരു കൂട്ടം വനിതകൾ. സങ്കടങ്ങളുടെ പെരുമഴയെ അതിജീവിക്കാനായി അവരൊരു കുടയൊരുക്കി. അതിജീവനത്തിന് കരുത്തായി മാറിയ ബെയിലി കുടനിർമ്മാണ യൂണിറ്റിന്റെ വിശേഷങ്ങളിലേക്ക്. ഉരുൾപൊട്ടലിൽ തകർന്നടിഞ്ഞ ഗ്രാമത്തിൽ നിന്നും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയവർ, ജോലിയില്ലാത്ത നാളുകൾ. പകച്ചു നിൽക്കാതെ അവർ ഒന്നിച്ചൊരു സംരംഭത്തിന് തുടക്കമിട്ടു. ദുരന്തമഴയിൽ കുതിർന്ന ഒരു കൂട്ടം വനിതകളുടെ കൈകളിലൂടെ അതിജീവന കുട നിവർന്നു. ദുരന്തബാധിതരായ 8 പേർ ചേർന്നാരംഭിച്ച കുടനിർമ്മാണ യൂണിറ്റിന് അവർ ഒരു പേരും നൽകി: ബെയിലി. പ്രത്യാശയുടെ കുടവിരിയുകയാണിവിടെ. കുടകൾ ആവശ്യപ്പെട്ട് അമൃത സ്കൂൾ സമീപിച്ചതും ഇവർക്ക് ആശ്വാസമായി. ഇപ്പോൾ നമുക്ക് എന്താ പറഞ്ഞാൽ ഇവിടെ എല്ലാവരും നമ്മൾ അറിയുന്ന ആളുകളാണ്. അപ്പം നമ്മളുമായിട്ട് സംസാരിച്ച് അങ്ങനെ ജോലി ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അധികം ചിന്തിക്കാറില്ല. നമ്മളെ ദുരന്തം ബാധിച്ച അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല.
അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് എന്തുകൊണ്ടും ഒരു സമാധാനമാണ്. പിന്നെ നമുക്ക് അമൃതൻ്റെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്, സ്കൂളിലേക്ക് അടുത്ത വർഷം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓർഡറും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇനി കിട്ടിയാൽ നമ്മൾ ചെയ്തു കൊടുക്കും. ദുരന്ത രക്ഷാ പ്രവർത്തനത്തിന് സൈന്യം നിർമ്മിച്ച പാലത്തിന്റെ പേര് തന്നെയാണ് ഇവർ സംരംഭത്തോടും ചേർത്ത് വെച്ചത്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 3 ദിവസത്തെ പരിശീലനത്തിന് പുറമെ 390 കുട നിർമ്മിക്കാനുള്ള അസംസ്കൃത വസ്തുക്കൾ കളക്ടറുടെ ഇടപെടലിൽ സ്പോൺസർഷിപ്പായി ലഭിച്ചു. കഴിഞ്ഞ മെയ്യിൽ മേപ്പാടിയിൽ വാടകമുറിയിൽ സംരംഭത്തിന് തുടക്കമിട്ടു. ഇതുവരെ 500-ലധികം കുട വിറ്റു. കളക്ടറേറ്റിലും വിപണിയൊരുക്കി. ദിവസം 25 കുടകൾ വരെ നിർമ്മിക്കുന്നുണ്ട്. പട്ടികവർഗ വകുപ്പിന് കീഴിലുള്ള പ്രീ മെട്രിക് ഹോസ്റ്റലുകളിലേക്ക് ഓർഡർ ലഭിച്ചു. യൂണിറ്റ് സെക്രട്ടറി PK സജന, റീന സന്ദീപ്, ശോഭ എന്നിവരുടെ നേതൃത്വത്തിലാണ് സംരംഭം മുന്നോട്ടു പോകുന്നത്. അമൃത ന്യൂസ്, വയനാട്. മഴക്കാലത്ത് കേരളത്തിന്റെ കിഴക്കൻ മേഖലയുടെ പേടി സ്വപ്നമാണ് ഉരുൾപൊട്ടൽ. മൂന്നാറിലെ ഉരുൾപൊട്ടൽ സാധ്യതകൾ വിലയിരുത്തി കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകുന്ന ഒരു സംഘമുണ്ട് കൊച്ചി അമൃത വിശ്വവിദ്യാപീഠത്തിൽ. 2006 മുതൽ ഡോക്ടർ മനീഷ വി രമേശിന്റെ നേതൃത്വത്തിൽ സർക്കാരിന് മുന്നറിയിപ്പുകൾ നൽകി വരുന്നു. മൂന്നാറിൽ നിരവധി ജീവനുകളാണ് ഇതിലൂടെ രക്ഷിക്കാനായത്. അമൃത വിശ്വവിദ്യാപീഠം 2006-ലാണ് മണ്ണിടിച്ചിൽ മുന്നറിയിപ്പ് നൽകുന്നതിനായുള്ള പദ്ധതി ആരംഭിച്ചത്. 2009 മുതൽ പദ്ധതി പൂർണ്ണമായും പ്രവർത്തന സജ്ജമായി. മണ്ണിനടിയിൽ സ്ഥാപിച്ചിരിക്കുന്ന സെൻസറുകളിൽ നിന്നുള്ള ഡേറ്റ വളരെ വേഗത്തിൽ അപഗ്രഥിച്ചാണ് മണ്ണിടിച്ചിൽ മുന്നറിയിപ്പ് നൽകുന്നത്. അമൃത വിശ്വവിദ്യാപീഠം മേധാവി ഡോക്ടർ മനീഷ വി രമേശിന്റെ നേതൃത്വത്തിൽ 15ഓളം അംഗങ്ങളാണ് ഇതിനായി പ്രവർത്തിക്കുന്നത്. 21 മീറ്ററോളം അടിയിലായിട്ട് പല പല ലെയറിലായിട്ടാണ് നമ്മൾ സെൻസേഴ്സ് ഇട്ടേക്കുന്നത്. അത് അവിടുന്ന് ആ സെൻസേഴ്സിൽ നിന്ന് തരംഗങ്ങൾ ഡേറ്റ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എടുക്കുന്നു. റിയൽ ടൈമിൽ നമുക്ക് ഡേറ്റ കിട്ടുന്നുണ്ട്. ഈ ഡേറ്റ എടുത്തിട്ട് നമ്മൾ AI മോഡൽസ് വെച്ചിട്ട് ആണ് അതിനെ പഠിച്ചിട്ട് അതനുസരിച്ച് നമ്മൾ ഇത് വരാൻ പോകുന്നോ ഇല്ലയോ എന്നുള്ള 7 തരം പാരാമീറ്ററുകൾ ഉപയോഗിച്ചാണ് നമ്മളത് നോക്കിയിട്ട് അതിന് കൊടുക്കുന്നത്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ് പിന്നീട് അവരുടെ ജനങ്ങളെ ഇവാക്യുവേറ്റ് ചെയ്യണോ മാറ്റി പാർപ്പിക്കണോ എന്താണെന്നുള്ള തീരുമാനം എടുക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം 24 അവിടുത്തെ സബ് കളക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ വാർണിംഗ് കൊടുത്ത കാരണം ജനങ്ങളെ രക്ഷിക്കാൻ പറ്റിയെന്ന്. വളരെ പെട്ടെന്ന് അപ്രതീക്ഷിത അളവിൽ മഴ പെയ്യുന്ന രീതി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കണ്ടുവരുന്നുണ്ട്. ഞൊടിയിടയിൽ ഇത് സംബന്ധിച്ച് ഡേറ്റ ലഭിക്കുകയും അത് അപഗ്രഥിക്കുകയും ചെയ്താൽ മാത്രമേ വൻ അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കൂ. കാലോചിതമായി പരിഷ്കരിച്ച സാങ്കേതിക വിദ്യകളാണ് അമൃത വിശ്വവിദ്യാപീഠം ഉപയോഗിക്കുന്നത്. മണ്ണിടിച്ചിലിനെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി ലാൻഡ്സ്ലൈഡ് ട്രാക്കർ എന്ന മൊബൈൽ ആപ്പും നിർമ്മിച്ചിട്ടുണ്ട്. കേരളത്തിന് പുറത്തും ഇപ്പോൾ സമാനമായ മുന്നറിയിപ്പ് സിസ്റ്റം വിപുലീകരിച്ചിട്ടുണ്ട്. 2018 ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റായി ഈ മുന്നറിയിപ്പ് സംവിധാനത്തെ പരിചയപ്പെടുത്തിയിരുന്നു. ഇവിടെ കൂടാതെ നമ്മൾ സിക്കിമിൽ ചാന്ദ്മാരി ഗാംഗ്ടോക്കിൽ നമ്മളിതേ സെൻസർ സിസ്റ്റം ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് കൂടാതെ ഇപ്പോൾ നമ്മൾ ഉത്തരാഖണ്ഡിലും മറ്റ് സ്ഥലങ്ങളായ കർണാടക, ഒഡീസ, ഹിമാചൽ പ്രദേശ് സ്ഥലങ്ങളിലും ഇടാനായിട്ടുള്ള അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നമുക്കിതിൽ ഏകദേശം 3-ൽ കൂടുതൽ പേറ്റൻ്റ് ഉണ്ട്. 4 പേറ്റൻസ് ഉണ്ട് നമുക്ക് ഈ ലാൻഡ്സ്ലൈഡ് സിസ്റ്റത്തിൽ തന്നെ. പിന്നെ നമുക്ക് UN-ൻ്റെ തന്നെ GDRNൻ്റെയും ആക്ച്വലി അവേർട്ടഡ് ഡിസാസ്റ്റർ അവാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. നബാർഡിൻ്റെ റൂറൽ ഇന്നോവേഷൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ വേൾഡ് ലാൻഡ്സ്ലൈഡ് ഫോറത്തിൻ്റെ ബെസ്റ്റ് വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഫിസിക്സ്, മാത്തമാറ്റിക്സ്, എഞ്ചിനീയറിംഗ്, ജോഗ്രഫി, ജിയോളജി, AI തുടങ്ങിയ നിരവധി വിഷയങ്ങളിൽ പരിചയസമ്പന്നരായ 15ഓളം അംഗങ്ങളാണ് ഈ സംവിധാനത്തിന് പിന്നിൽ നിരന്തരം പ്രവർത്തിക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. ഷാർജയിലെ അതുല്യയുടെ മരണത്തിൽ മകൾക്ക് നീതി കിട്ടും വരെ നിയമപോരാട്ടം തുടരുമെന്ന് രാജശേഖരൻ പിള്ള. തൂങ്ങി മരണമെന്ന ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തുവന്നതിന് പിന്നാലെയാണ് അതുല്യയുടെ അച്ഛന്റെ പ്രതികരണം. നാട്ടിലെത്തിക്കുന്ന മൃതദേഹം റീപോസ്റ്റ്മോർട്ടം നടത്തുമെന്നും രാജശേഖരൻ പിള്ള പറഞ്ഞു. ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം തേവലക്കര സ്വദേശിനി അതുല്യ സ്വന്തം മനസ്സാലെ ജീവനെടുക്കില്ലെന്നാണ് അതുല്യയുടെ അച്ഛൻ രാജശേഖരൻ പിള്ള പറയുന്നത്. നിവൃത്തിയില്ലാതെ ചെയ്തു പോയെങ്കിൽ അതിന് കാരണം ഭർത്താവ് സതീഷാണ്. സതീഷിന്റെ പീഡനമാണ് മരണത്തിന് കാരണം. മകളുടെ മരണത്തിൽ നീതി ലഭിക്കാനായി നിയമപോരാട്ടം തുടരും. മൃതദേഹം റീപോസ്റ്റ്മോർട്ടം നടത്തി നിജസ്ഥിതി കണ്ടെത്തും. അതിനുശേഷമേ സംസ്കാര ചടങ്ങുകൾ നടത്തൂ എന്നും അതുല്യയുടെ അച്ഛൻ പറഞ്ഞു. അതിനെ പീഡിപ്പിച്ച് അവസാനം ഇല്ലായ്മ ചെയ്തു. അപ്പോൾ അവന് ഇതൊരു കൊലപാതകമായിട്ട് ഞാൻ കണക്കൂട്ടു. ഒരു വേള എൻ്റെ ഗീതീന്ദ്രത ഇല്ലാതെ എൻ്റെ മകൾ അങ്ങനെ ചെയ്താലും ഇതൊരു കൊലപാതകമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അവനൊരു കൊലയാളിയാണ്. അവന് വേണ്ടുന്ന ശിക്ഷ കൊടുത്ത് ഇതൊരു പാഠമായിരിക്കണം. ഒരു മാതൃകയായി ഈ കേസ് സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ മാസം 19-ന് പുലർച്ചെയാണ് അതുല്യയെ ഷാർജ റോളയിലെ ഫ്ളാറ്റിൽ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്.
മരണവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് കൊല്ലം ശാസ്താംകോട്ട സ്വദേശിയും ദുബായിൽ നിർമ്മാണ കമ്പനിയിൽ എഞ്ചിനീയറുമായ സതീഷിനെ ഷാർജ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. അതുല്യയുടെ ഭർത്താവ് സതീഷിന് മരണത്തിൽ പങ്കുണ്ടെന്ന് കാട്ടി സഹോദരി പരാതി നൽകിയതിനു പിന്നാലെയാണ് സതീഷിനെ ഷാർജ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അതുല്യയുടെ മരണം ആത്മഹത്യയാണെന്ന് ഷാർജ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതു സംബന്ധിച്ച ഫോറൻസിക് പരിശോധനാ ഫലം അതുല്യയുടെ ഷാർജയിലുള്ള സഹോദരി അഖില ഗോകുലിന് കഴിഞ്ഞ ദിവസം ലഭിച്ചു. അതുല്യയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഇന്ന് പൂർത്തിയാകും. അമൃത ന്യൂസ്, കൊല്ലം. അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരത്തിലുണ്ടായ വെടിവെപ്പിൽ ഒരു പോലീസ് ഓഫീസറടക്കം 4 പേർ കൊല്ലപ്പെട്ടു. അക്രമി സ്വയം വെടിവെച്ച് ജീവനൊടുക്കി. ലാസ് വേഗാസ് സ്വദേശിയായ 27-കാരൻ ഷെയ്ൻ ടാമറയാണ് അക്രമിയെന്ന് ന്യൂയോർക്ക് പോലീസ് സ്ഥിരീകരിച്ചു. റൈഫിളുമായി കെട്ടിടത്തിൽ പ്രവേശിച്ച അക്രമി അവിടെ ഉണ്ടായിരുന്നവർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. പാർക്ക് അവന്യൂവിലെ കെട്ടിടത്തിലാണ് വെടിവെപ്പുണ്ടായത്. ഇൻവെസ്റ്റ്മെന്റ് സ്ഥാപനമായ ബ്ലാക്ക് സ്റ്റോൺ, നാഷണൽ ഫുട്ബോൾ ലീഗ്, KPMG എന്നീ കമ്പനികളുടെ ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിലാണ് വെടിവെപ്പുണ്ടായത്. ധർമ്മസ്ഥല കൂട്ടക്കൊലയിൽ തെളിവെടുപ്പ് പുരോഗമിക്കുന്നു. നേത്രാവതി നദിക്കരയിലാണ് തെളിവെടുപ്പ്. കൊലപാതക വെളിപ്പെടുത്തൽ നടത്തിയ മുൻ ക്ഷേത്ര പരിചാരകനെയും കൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘം ധർമ്മസ്ഥലയിൽ തെളിവെടുപ്പ് നടത്തുന്നത്. ബംഗളൂരുവിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ 2 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ദൃക്സാക്ഷി മൃതദേഹങ്ങൾ കുഴിച്ചിട്ട സ്ഥലങ്ങൾ വെളിപ്പെടുത്തിയത്. പ്രദേശത്തേക്ക് ആർക്കും പ്രവേശനമില്ല. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും അമൃത ന്യൂസ് യൂട്യൂബ് സന്ദർശിക്കുക. നമസ്കാരം.